ജില്ലയില് ഒരു അമ്മക്കിളിയും ഒരു അച്ഛൻ കിളിയും താമസിച്ചിരുന്നു. അവർ നല്ല സ്നേഹിച്ചാണ് താമസിച്ചിരുന്നത്. പക്ഷെ അവർക്ക് ആരുമില്ല, കുഞ്ഞുങ്ങളുണ്ടായില്ല. അതിന്റെ വേദന അമ്മക്കിളിക്കും അച്ഛൻ കിളിക്കും എപ്പോഴും ഉണ്ടായിരുന്നു. ആ മരത്തില് താമസിക്കുന്ന മറ്റു കിളികളെ കുഞ്ഞുകിളികളെ എപ്പോഴും കളിയാക്കും. അവരെ കുഞ്ഞുങ്ങളുടെ അടുത്തേക്ക് പോലും ആരെ അടുപ്പിച്ചിരുന്നില്ല, അമ്മക്കിളീനെ അടുപ്പിച്ചിരുന്നില്ല. അപ്പൊ ഈ അമ്മക്കിളി എന്നും എന്ത് പറഞ്ഞു കരയും? എനിക്കും ദൈവം എന്താ ഒരു കുഞ്ഞിനെ തരാത്തത് പറഞ്ഞ എപ്പോഴും സങ്കടപ്പെടും. ഒരു ദിവസം അച്ഛൻ കിളിയും അമ്മക്കിളിയും കൂടി ഒരു പുഴയുടെ വക്കത്ത് ഇരിക്കുകയായിരുന്നു. അവരങ്ങനെ സംസാരിച്ചിരിക്കുമ്പോ പെട്ടെന്ന് ഒരു നദിയിലൂടെ ഒരു കിളിക്കൂട് ഒഴുകി പോകുന്നത് കണ്ടു. അമ്മക്കിളി പറഞ്ഞു, അതാ ഒരു കിളിക്കൂട് ഒഴുകി പോകുന്നു, അതിലതാ ഒരു മുട്ടാന്ന് പറയും. അപ്പൊ അച്ഛനൊരു കാര്യം നോക്കട്ടെ നോക്കട്ടെ എവിടെയെന്ന്. അങ്ങനെ അവര് പറഞ്ഞു എവിടെ വന്നു? ആ നദിയുടെ തൊട്ടടുത്ത് വന്നു. അപ്പൊ എന്താണ്ടാവുക? ആ കൂട് മെല്ലെ മെല്ലെ ഓളങ്ങളിൽ തട്ടി എവിടേക്ക് വന്നു? നദിയുടെ അരികിലേക്ക് എത്തി. അച്ഛൻ കിളിക്കും അമ്മക്കിളിക്കും വളരെയധികം സന്തോഷമായി. അവർ എന്തുപൂർവ്വം വളരെ ശ്രദ്ധാപൂർവം ആ മുട്ട കൊത്തിയെടുത്ത് സന്തോഷത്തോടു കൂടി എങ്ങോട്ട് പറന്നു? അവരുടെ കൂട്ടിലേക്ക് പറന്നു. എന്നിട്ട് ഇത് കണ്ട മറ്റു കിളികളെല്ലാം അത്ഭുതപ്പെട്ടു. എന്താ ഈ സംഭവിക്കുന്നത്? ഒരു മുട്ടയോ അവരുടെ കൂട്ടിലോ? അമ്മക്കിളി ഒരു മുട്ടയിട്ടോ? കിളികൾ പരസ്പരം സംസാരിച്ചു തുടങ്ങി. ചിലവർ കുഞ്ഞിക്കിളിയെ കുറ്റപ്പെടുത്തുകയും ചെയ്തിരുന്നു. അവൾ മറ്റാരുടെയോ മുട്ട മോഷ്ടിച്ചു കൊണ്ടുവന്നതാകാം. ഇതെല്ലാം കേട്ടിട്ടും അച്ഛൻ കിളിയും അമ്മക്കിളിയും ഒന്നും മിണ്ടിയില്ല. കുഞ്ഞുങ്ങളില്ലാത്ത തങ്ങൾക്ക് ദൈവം തന്ന ഏറ്റവും വലിയ സൗഭാഗ്യമാണ് ഈ മുട്ട എന്ന് അവർ ചിന്തിച്ചു. അമ്മക്കിളി അന്നു മുതൽ എന്തുണ്ടായി? ആ മുട്ടയ്ക്ക് അടയിരിക്കാൻ തുടങ്ങി. അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. മുട്ട വിരിഞ്ഞ ഒരു കുഞ്ഞു പുറത്തു വന്നു. അപ്പോഴത് എന്ത് കുഞ്ഞായിരുന്നു? തത്തക്കുഞ്ഞായിരുന്നു. അച്ഛൻ കിളിക്കും അമ്മക്കിളിക്കും വളരെയധികം സന്തോഷമായി. അവർ സ്നേഹത്തോടെ ആ കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചു. കുഞ്ഞ് ക്യാന്ന് കരണ്ടുകൊണ്ടിരുന്നു. ഇത് കണ്ട് അവരുടെ കൂട്ടുകാരെല്ലാം അവിടേക്ക് പറന്നെത്തി. അവരുടെ സന്തോഷത്തിൽ അവരും ഒത്തുചേർന്നു. അങ്ങനെ ദിവസങ്ങളും മാസങ്ങളും കഴിഞ്ഞുപോയി. തത്തക്കുഞ്ഞ് വളർന്ന് വലുതായി. അവൾ സ്വയം പറക്കാൻ തുടങ്ങി. ഒരു ദിവസം അച്ഛൻ കുഞ്ഞും അമ്മ കുഞ്ഞും കുഞ്ഞിക്കിളിയും കൂടി ഒരു വയലിൽ നെല്ല് കൊത്തി തിന്നുകയായിരുന്നു. ആ സമയത്ത് അവിടേക്ക് ആര് പറന്നു വന്നു? ഒരു തത്തക്കിളി പറന്നു വന്നു. എന്നിട്ട് പറഞ്ഞു, കുഞ്ഞേ, നിന്റെ അമ്മ ഞാനാണ്. ഇവർ നിന്റെ മുട്ട മോഷ്ടിച്ചു കൊണ്ടുപോയതാണ്. നീ ഇവരെ വിശ്വസിക്കരുത്. ഇവർ നിന്നെ ചതിക്കും. ഇത് കേട്ട കുഞ്ഞ് എന്തൊക്കെയോ ആകെ പേടിച്ച് ഭയന്നു പോയി. അവൾ അമ്മയുടെ ചിറകിലേക്ക് ഒതുങ്ങി. ഇവരുടെ ബഹളം കേട്ട് മറ്റുള്ള പക്ഷികളും അവിടെ പറന്നെത്തി. അവസാനം നമ്മുടെ കൊക്കമ്മാവൻ അവിടെ എത്തി. കൊക്കമ്മാവൻ ഒരു ഉപായം പറഞ്ഞു. തത്തക്കുഞ്ഞെ, നിനക്ക് തീരുമാനിക്കാം, നിന്റെ യഥാർത്ഥ അമ്മയെ വേണോ അതോ നിന്നെ ഇത്രയും കാലം നോക്കി വളർത്തിയ ഈ അച്ഛനെയും അമ്മയും നിനക്ക് വേണോ എന്ന്. തത്തക്കുഞ്ഞ് ഒന്നും ആലോചിക്കാതെ പറഞ്ഞു, എനിക്ക് എന്റെ ഈ അച്ഛനെയും അമ്മയെയും മതി. എന്നെ വളർത്തിയതും എന്നെ സ്നേഹിക്കുന്നതും ഞാൻ സ്നേഹിക്കുന്നതും അവരെയാണ്. എനിക്ക് ഈ അമ്മയെ വേണ്ട, എനിക്ക് എന്റെ ഈ അച്ഛനെയും അമ്മയെയും മതി എന്ന് പറഞ്ഞ് തത്തക്കുഞ്ഞ് തന്റെ അച്ഛനെയും അമ്മയെയും കെട്ടിപ്പിടിച്ചു. ഇത് കണ്ടു നിന്ന മറ്റുള്ള പക്ഷികളും എല്ലാവർക്കും സന്തോഷമായി. അവര് കുറേ കാലം സന്തോഷത്തോടു കൂടി ജീവിച്ചു.